ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഓർക്കിഡിൽ പ്രത്യേകിച്ച് ഡെൻഡ്രോബിയം ഓർക്കിഡുകളിൽ വ്യാപകമായി കാണപ്പെടുന്ന ഒരു കീടബാധയെക്കുറിച്ചും അതിനുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. മനോഹരമായ നിറങ്ങൾ, വ്യത്യസ്തമായ ആകൃതികൾ, ആകർഷകമായ സുഗന്ധം എന്നിവയാൽ ഓർക്കിഡ് മറ്റു പൂക്കളിൽ നിന്നും വ്യത്യസ്തമാണ്. വലിയ വില കൊടുത്ത് നാം എല്ലാം ഓർക്കിഡ് വാങ്ങി വളർത്തുന്നത് പൂക്കളുടെ മാസ്മരിക സൗന്ദര്യം കൊണ്ടാണ്. അപ്പോൾ തീരെ പൂക്കളില്ലാത്ത ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാനാകുമോ? ഓർക്കിഡ് പൂക്കളെ മാത്രം ബാധിക്കുന്ന ഈ കീടത്തിൻ്റെ ഉപദ്രവം മൂലം പല ഓർക്കിഡ് പ്രേമികളും ഇന്ന് തീരാ ദുഃഖത്തിലാണ്. ചെടി നന്നായി തഴച്ചു വളരുകയും ഉണ്ടാകുന്ന മുട്ടുകൾ വിടരുന്നതിനു മുമ്പായി ഉണങ്ങി നശിക്കുകയും ചെയ്യുന്നതാണ് ഈ കീടബാധയുടെ പ്രധാന ലക്ഷണം. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഉത്ഭവിച്ച് ഈ കീടം ഇന്ന് ലോകവ്യാപകമായി കാണപ്പെടുന്നു. നമ്മൾ പറഞ്ഞു വരുന്നത് ഓർക്കിഡ് ബ്ലോസം മിഡ്ജ് എന്ന ഇത്തിരി കുഞ്ഞൻ കീടത്തെക്കുറിച്ചാണ്. വെറും 1.5 മില്ലിമീറ്റർ മാത്രം വളരുന്ന, തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഈ ജീവികൾ ഏക്കർ കണക്കിനുള്ള ഓർക്കിഡ് ഫാമുകളെ പോലും തകർക്കാൻ ശേഷിയുള്ളവയാണ്. ഓർക്കിഡിൻ്റെ പൂമുട്ടുകളിൽ മുട്ടയിടുന്ന വളർച്ചയെത്തിയ ബ്ലോസം മിഡ്ജുകൾ 5-6 ദിവസം മാത്രം ആയുസ്സുള്ള ജീവികളാണ്. 5 മുതൽ 7 ദിവസം വരെയുള്ള ഇൻക്യുബേഷൻ പീരിയഡിന് ശേഷം മുട്ടകൾ വിരിഞ്ഞുണ്ടാകുന്ന ലാർവകൾ വിരിയാറായ പൂമുട്ടുകളുടെ ഉൾഭാഗം തിന്നു നശിപ്പിക്കുന്നു. 5 മുതൽ 7 ദിവസം വരെ ഈ ലാർവകൾ മൊട്ടുകൾക്കുള്ളിൽ കഴിയുന്നു. തുടർന്ന് മൊട്ടുകൾ ഉണങ്ങി കൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഉണങ്ങി വീഴുന്ന മൊട്ടുകളിലുള്ള ലാർവകൾ പ്യൂപ്പ ദശയിലേക്ക് കടക്കുകയും പോട്ടിംഗ് മീഡിയത്തിലും മണ്ണിലും സമാധി ദശയിൽ 7 ദിവസത്തോളം കഴിയുകയും ചെയ്യുന്നു. സമാധി ദശയ്ക്ക് ശേഷം ഈ പ്യൂപ്പകളിൽ നിന്നും പുതിയ ബ്ലോസം മിഡ്ജ് ഉണ്ടായി പറന്നുയരുന്നു. ഇന്ത്യയിലെ കാലാവസ്ഥയിൽ 21 ദിവസമാണ് ബ്ലോസം മിഡ്ജിൻ്റെ ജീവിതചക്രം. ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഓർക്കിഡിലെ മുഴുവൻ മുട്ടുകളും നശിപ്പിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ബ്ലോസം മിഡ്ജിൻ്റെ ജീവിതചക്രം മനസ്സിലാക്കുന്നത് പൂർണ്ണമായ നശീകരണത്തിന് അത്യന്താപേക്ഷിതമാണ്. കൃത്യമായ ഇടവേളകളിൽ കീടനാശിനിയുടെ ഉപയോഗം കൊണ്ട് ബ്ലോസം മിഡ്ജിനെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ സാധിക്കും. തയാമെത്തോക്സാം എന്ന സിസ്റ്റമിക് ഇൻസെക്ടിസൈഡാണ് ബ്ലോസം മിഡ്ജിന് ഏറ്റവും ഫലപ്രദമായ കീടനാശിനി. പൂമൊട്ടുകൾ ഉൾപ്പെടെ ചെടികളുടെ എല്ലാ ഭാഗങ്ങളും ഈ കീടനാശിനിയെ അബ്സോർബ് ചെയ്യുന്നു. തയാമെത്താക്സാം ഓർക്കിഡുകളെ ബാധിക്കുന്ന വെള്ളീച്ച, എഫിഡ്സ്, ത്രിപ്സ്, ലീഫ് ഹോപ്പേഴ്സ് എന്നിവയ്ക്കെതിരെയും ഫലപ്രദമാണ്. അതുപോലെ തന്നെ ബ്ലോസം മിഡ്ജിൻ്റെ ലാർവകളുടെ ആക്രമണത്താൽ കൊഴിഞ്ഞു പോകാറായ മുട്ടുകൾ ശേഖരിച്ച് കത്തിച്ച് നശിപ്പിക്കുന്നത് ഇവയുടെ വംശവർധനയെ ഒരു പരിധി വരെ തടയുന്നതിന് ഉപകാരപ്രദമാണ്. പൂർണ്ണമായ നിയന്ത്രണത്തിനായി 7 ദിവസത്തിലൊരിക്കൽ 1 മില്ലിഗ്രാം തയാമെത്തോക്സാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികളിൽ മുഴുവനായി തളിച്ചു കൊടുക്കാം. ഇങ്ങനെ 6 ആഴ്ച, അതായത് 2 ജീവിതചക്ര കാലയളവ് അക്ടാറ, അനന്ത് എന്നീ ബ്രാൻഡ് നെയിമുകളിൽ ലഭ്യമായ തയാമെത്തോക്സാം തളിച്ചു കൊടുക്കുന്നത് മിഡ്ജസിനെ നിയന്ത്രണ വിധേയമാക്കാൻ വളരെ നല്ലതാണ്. ഈ കീടനാശിനി വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ബ്ലോസം മിഡ്ജുകൾ രാത്രി കഴിയുന്നത് ഓർക്കിഡ് ചെടികളിൽ തന്നെയാണ്. ബ്ലോസം മിഡ്ജ് എന്ന പുതിയ കീടത്തെക്കുറിച്ചും അതിൻ്റെ നിയന്ത്രണ മാർഗത്തെക്കുറിച്ചുമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബ്ലോസം മിഡ്ജിൻ്റെ നിയന്ത്രണത്തിനായി ഈ വീഡിയോ കൂടുതൽ പേരിലെത്തിക്കുന്നതിന് നിങ്ങളുടെ ലൈക്കും കമൻറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.